നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരണം 389ആയി. 290 ഇന്ത്യക്കാർ ഉൾപ്പെടെ 1500ഓളം പേരെക്കുറിച്ച് വിവരങ്ങളില്ല. കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. അതേസമയം കുടുങ്ങിയ 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ആന്റണി ജിസ്റ്റോർ ചേരുന്ന വിവരങ്ങളുമായി. ആന്റണി, ഏതായാലും മരണസംഖ്യ വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. 1500ഓളം പേരെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കാത്ത ഒരു സാഹചര്യമാണ്. ഇതിൽ 290 പേർ ഇന്ത്യക്കാരാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും ഓരോ ദിവസവും മരണസംഖ്യ ഉയരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഇന്നിപ്പോൾ 3-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഈ ദുരന്തം നടന്നിട്ട് രക്ഷാപ്രവർത്തനവും തെരച്ചിലും ഊർജിതമായി തന്നെ തുടരുന്നുണ്ട്. ഹെലികോപ്റ്ററുകൾ, അതുപോലെ തന്നെ കരസേന, നേപ്പാൾ കരസേനയുടെ 2000ഓളം സൈനികർ, അങ്ങനെ വിവിധ വിഭാഗങ്ങളിലുള്ള തെരച്ചിൽ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തുകയാണ്. ഇപ്പോൾ 389 മരണമാണ് നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ 1500ഓളം പേര് ഇപ്പോഴും ഒരു വിവരവുമില്ല. അവർക്ക് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല എന്നുള്ളത് തന്നെയാണ്. നേപ്പാളിൽ അത് 900ഓളം പേരെയാണ് നേപ്പാളിൽ ഇനിയും കണ്ടെത്താനുള്ളത്. ടിബറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും 500ഓളം പേരെ അവിടെയും കണ്ടെത്താനുണ്ട്. അങ്ങനെ ഈ ടിബറ്റിലും നേപ്പാളിലുമായി വലിയ ഒരു 1500ഓളം പേരെ കുറിച്ച് യാതൊരു വിവരവുമില്ലാത്ത സാഹചര്യമാണ് ഉള്ളത്. തെരച്ചിലിന് ഇപ്പോഴും ഈ ചെളി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ തടസ്സമായി തന്നെയുണ്ട്. ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനമാണ് നിലവിൽ പുരോഗമിക്കുന്നത്. ഈ പ്രളയ സാധ്യതയുള്ള മേഖലകളിലേക്ക് പ്രളയം നടന്ന ആ മേഖലകളിലേക്കൊക്കെ എത്തിച്ചേരുന്നതിന് വലിയ പ്രതിസന്ധി രക്ഷാപ്രവർത്തകർ നേരിടുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഇനിയും മിന്നൽ പ്രളയത്തിനുള്ള സാധ്യത ഇന്നലെ ചൈന മുന്നറിയിപ്പായി നൽകുകയും ചെയ്തിരുന്നു. ആ ഒരു ആശങ്ക കൂടി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഈ രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും 1500 പേരെ കുറിച്ചാണ് ഇപ്പോൾ വിവരമില്ലാതെ ഇരിക്കുന്നത്. അവർക്ക് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ചും വിവരമില്ല. ഇതിൽ 290 ഇന്ത്യക്കാരുണ്ട് എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. വിനോദസഞ്ചാരത്തിനും മറ്റുമായി പോയ ആളുകളാണ്. പ്രത്യേകിച്ച് കൈലാസ മാനസ സരോവർ യാത്രയ്ക്കടക്കം പോയവരാണ് ഈ കാണാതായ ഇന്ത്യക്കാരിൽ ഭൂരിഭാഗം പേരും. ഇവർക്കായുള്ള തെരച്ചിലും തുടരുകയാണ്. കേരളത്തിൽ നിന്ന് 33 മലയാളികളെ കാണാതായി എന്നുള്ളതാണ് ഇന്നലെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത്. അതുപോലെ തന്നെ നോർക്ക 53 മലയാളികളെ കുറിച്ച് വിവരമില്ല എന്നുള്ള കാര്യവും ഇന്നലെ പറഞ്ഞിരുന്നു. അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അവിടെ ഈ കമ്മ്യൂണിക്കേഷൻ, അതായത് വാർത്താവിനിമയ സംവിധാനങ്ങളെല്ലാം തന്നെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ ബന്ധപ്പെടാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യമെന്ന് പറയുന്നത്. ഏതായാലും ആശങ്ക നിലവിൽ തുടരുകയാണ്. രക്ഷാപ്രവർത്തനവും ആ ഭാഗത്ത് തുടരുകയാണ്. ഇന്നലെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചതനുസരിച്ച് ഈ പ്രളയം നടന്ന ആ മേഖലകളിൽ കൂടാതെ തന്നെ ഈ മാനസ സരോവർ കൈലാസ യാത്രയ്ക്ക് ചൈനയുടെ ഭാഗത്തു നിന്ന് കൂടി പോയ ഏതാണ്ട് 200ഓളം ഇന്ത്യക്കാരുണ്ട്. അവരും കുടുങ്ങിക്കിടക്കുകയാണ്. അവരെയും പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരുമായും ബന്ധപ്പെടാൻ നിലവിൽ സാധിക്കുകയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇന്ത്യയും വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. ഏതായാലും ഈ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ കരസേന, ഇന്ത്യൻ കരസേനയും ഈ രക്ഷാപ്രവർത്തനത്തിനായി നേപ്പാളിലേക്ക് പോകാൻ സജ്ജമാണ്. അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ പോകാനുള്ള ഒരു ഒരുക്കം അവർ പൂർത്തിയാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ചുള്ള അനുമതി നൽകിയാൽ ഉടൻ തന്നെ കരസേനയും രക്ഷാപ്രവർത്തനത്തിനായി പോകും. നിലവിൽ വ്യോമസേനയുടെ അടക്കം വിമാനങ്ങൾ അവിടെ തെരച്ചിലിനായി പോയിട്ടുണ്ട്. ഹെലികോപ്റ്ററുകളും ഈ തെരച്ചിലിന് വേണ്ടി MI-17 അടക്കമുള്ള ഹെലികോപ്റ്ററുകളും തെരച്ചിലിനായി ഉപയോഗിക്കുന്നുണ്ട്. ഏതായാലും ഇന്ത്യയും ഈ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണ്. ഇന്ത്യയുടെ സഹായവും നേപ്പാളിന് കൂടുതലായി തന്നെ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അയച്ച 10 ടൺ അവശ്യ സാധനങ്ങൾക്ക് പുറമെ ഇന്നലെ 37 ടൺ കൂടി ഈ ഇന്ത്യയിൽ നിന്ന് അയച്ചിട്ടുണ്ട്. മരുന്നുകൾ, കമ്പിളി പുതപ്പുകൾ, വസ്ത്രങ്ങൾ, അങ്ങനെ വിവിധ കാര്യങ്ങളാണ്. ഈ ദുരിതബാധിതർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അടങ്ങിയ കാര്യങ്ങളാണ് ഈ 37 ടണ്ണിൽ ഉള്ളത്. അത് അവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള സഹായവും തുടരുകയാണ്. അതേസമയം കാണാതായ ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ള തെരച്ചിലും ഊർജിതമായി തന്നെ തുടരുന്നുണ്ട്. ഇവരെ കോൺടാക്ട് ചെയ്യാൻ കഴിയാത്താണ് ഏറ്റവും പ്രതിസന്ധിയായി തുടരുന്നത്. അതേസമയം ഇന്നലെ ഏതാണ്ട് 73 പേരെ ഈ തൃശ്ശൂലി 1 പ്രോജക്റ്റ് വൈദ്യുത പദ്ധതിയിൽ ആ പ്രദേശത്ത്, അതിൻ്റെ നിർമ്മാണ പ്രദേശത്ത് നിന്ന് കാണാതായെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. അതിൽ 63 പേരെ രക്ഷപ്പെടുത്തിയതായി കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 21 തമിഴ്നാട് സ്വദേശികളെ കൂടി രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ദുരന്തത്തിൽ ഈ നേപ്പാളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 84ആയി മാറുകയും ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും ഊർജിതമായി തന്നെ തുടരുന്നു. ഏതായാലും നേപ്പാളിൽ മരണസംഖ്യ ഉയരുന്ന ഒരു സാഹചര്യമാണ് ദിവസവുമുള്ളത്.
ശരി, എന്തായാലും നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. 389 മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. 290 ഇന്ത്യക്കാർ ഉൾപ്പെടെ 1500ഓളം പേരെക്കുറിച്ച് വിവരങ്ങളൊന്നും ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. കാണാതെ അവർക്കുള്ള തെരച്ചിൽ തുടരുകയാണ്. ആന്റണി ജോർജാണ് വിവരങ്ങൾ നൽകിയത്.